ശ്രീരാമശരണം സമസ്തജഗതാം രാമം വിനാ കാഗതി രാമേണ പ്രതിഹന്യതേ കലിമലൻ രാമായ കാര്യം നമ രാമാത്രസ്ഥിതികാല ഭീമൗജഗോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാവോതു മേ രാമത്വമേവാശ്രയ കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം നാരുക്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം എപ്പിബം സതതം രാമചരിതാമൃതസാഗരം അതൃത്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാമായണ കഥ ഹനുമാന് സീത പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ വളരെയധികം ചുരുക്കിയിട്ട് പറയുണ്ടായി. പാർവതി പറഞ്ഞു, എനിക്കത് വിസ്തരിച്ച് കേൾക്കണം. ഇങ്ങനെയൊന്നും രാമകഥ കേട്ടാൽ പോരാ, വിസ്തരിച്ചിട്ട് കേൾപ്പിക്കാൻ കാരുണ്യം ഉണ്ടാവണേ എന്നങ്ങനെ പറയുകയാണ്. അപ്പം എപ്പോഴും ഈശ്വരകഥ ചുരുക്കിയിട്ട് ആദ്യം പറയുക, പിന്നെ അതിനെ വിസ്തരിക്കുക എന്നാണല്ലോ. ഈ ചുരുക്കം കഥേനെ നമ്മൾ കേട്ടാൽ തന്നെ സ്ഥേയി ബ്രഹ്മഗ്നമാത പിതൃവധ നിരതോ യോഗവൃന്ദാപകാരി, ഏതൊക്കെ തരത്തിലുള്ള പാപം ചെയ്താലും അമ്മയെ ദ്രോഹിക്കുക, അച്ഛനെ ദ്രോഹിക്കുക, ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുക, ഇതൊക്കെയും ഈ ചെറിയ രാമകഥാ സംഗ്രഹം കേട്ടാൽ തന്നെ ഉണ്ടാവും. അപ്പം മുഴുവൻ കേട്ടാലോ. യസംഭുജ്യാഭിരാമം പഠിച്ച ഹൃദയം രാമചന്ദ്രസ്യ ഭക്തിയ, അതിനാണ് രാമചന്ദ്ര ഹൃദയം, രാമഹൃദയം എന്നീ ചുരുക്കം കാര്യത്തിന് ഇപ്പം ഇവിടെ പറഞ്ഞതാണ് പറയുക. യോഗീന്ദ്രേരപ്യലഭ്യം പദമികലപതേ പർവ്വദേവേ സപൂജ്യം, എല്ലാവരാലും പൂജിക്കപ്പെടുന്ന ആ വൈകുണ്ഠം, അല്ലെങ്കിൽ അവർക്ക് സാധിക്കാത്തതായിട്ടുള്ള ഭഗവത് പദം, വൈകുണ്ഠലാഭം, വൈകുണ്ഠലബ്ധി അവർക്കൊക്കെ ഉണ്ടാവും എന്നങ്ങനെ പറഞ്ഞതായിട്ട് സമയത്ത് അതിനെ വിസ്തരിച്ചിട്ട് അങ്ങനെ കേൾക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഭൂമി ഭാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് രാക്ഷസവധം പ്രാർത്ഥിക്കപ്പെട്ടു. അങ്ങനെയുള്ള രാമാവതാരത്തിലേക്കാണ് കൊണ്ടുചെല്ലുന്നതായിട്ടുള്ള കഥ പിന്നെ പറയണം. പങ്ക്തികന്ധര മുഖരാക്ഷസ വീരന്മാരാൽ സന്തതം ഭാരേണ സന്തത്തയാം ഭൂമി ദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റ വേദനയില്ലാം വിധാതാവിനോടറിയിച്ചാൾ. വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ചു വേദനായകനായ നാഥനോടിവ ചെന്നു, വേദനം ചെയ്യുക എന്നേ മറ്റൊരു വഴിയില്ല. രാക്ഷസപ്രമുഖന്മാർ എന്ന് പറയുമ്പോൾ രാവണൻ മാത്രമല്ല, വേറെ രാക്ഷസന്മാരുണ്ട്. അവരാൽ സന്തപ്തയാം ഭൂമി ദേവി, എപ്പോഴും ഭൂമി പറയത്ര, എനിക്ക് ഈ പർവ്വതങ്ങളുടെ ഭാരമോ കെട്ടിടങ്ങളുടെ ഭാരമോ വൃക്ഷങ്ങളുടെ ഭാരമോ ജനസംഖ്യ എന്നുള്ള ഭാരമോ ഒന്നും പ്രശ്നമല്ല. പക്ഷെ ആത്മാവിൻ്റെ കാലം എൻ്റെ മേൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമമാണ് എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം ഭൂമി ഭാരത്തെ തീർക്കാൻ വേണ്ടി ബ്രഹ്മാവിനെ ആശ്രയിച്ചു എന്നാണ്. ഭൂമി ഭാരേണ ഭഗ്നാദശവദന മുഖാശേഷരക്ഷോഗണാനാം വൃത്താഗോരൂപമാദോ ദിവിജമുനിജനൈ സാഗം അബ്ജാസനസ്യ. അബ്ജാസനൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. എന്നിട്ടോ ലിഖിത്വാലോകണ്ടുദന്തീവസനമുപഗതം ബ്രഹ്മണേ പ്രാക സർവം ബ്രഹ്മാദ്യാത്വാമുഹൂർത്തം സകലമഭിഹൃത വേദശേഷാത്മകത്വാത്. ഒന്നങ്ങനെ ഭഗവത് പാദത്തെ ധ്യാനിച്ചിട്ട് പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വിഷ്ണു ഭഗവാന് മാത്രമേ പരിഹാരം കാണാനായിട്ട് പറ്റുള്ളൂ. അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, പാലാഴി തീരത്ത് ചെന്നിട്ട് വിഷ്ണുവിനെ തുതിച്ച് നോക്കാമെന്ന് പറയുകയാണ്. ചെറിയ കാര്യമല്ലല്ലോ, ഇപ്പോൾ വലിയ കാര്യമാണ്. അവിടെ ബ്രഹ്മാവ് പറയണം, അതോസ്മി തേ പദം ദേവ പ്രാണബുദ്ധീന്ദ്രിയാത്മഭി യച്ചിന്യതേ കർമ്മപാശ ഹൃദി നിത്യം മുമുക്ഷുഭി. മോക്ഷം ആഗ്രഹിക്കുന്ന ഒരു ഹൃദയത്തിൽ സദാ ചിന്തിക്കുന്നതായ അങ്ങേക്ക് ആയിക്കൊണ്ട് നമസ്കാരം. ഒന്നിനും ബുദ്ധിക്കും മനത്തിനും ചെന്നെത്താൻ പറ്റാത്തതായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. കേവല മായ കൊണ്ട് ഈ ലോകത്തെ രക്ഷിച്ച് സംഭരിക്കുന്നതായിട്ടുള്ള അവിടുത്തെ മാഹാത്മ്യം ഏതൊരാൾക്കാണ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ സാധിക്കുക
എന്നൊക്കെ ഇങ്ങനെയാണ് തുതിച്ചതിന് ശേഷം പറയുകയാണ്, എങ്ങനെയെങ്കിലും രാവണ മുതലായിട്ട് രാക്ഷസന്മാരുടെ ആ ഒരു ദുഃഖം ഒന്ന് തീർത്തു തരണേന്ന്. ഭഗവൻ രാവണോ നാമ പൗലസ്ത്യതനയോ മഹാൻ രാക്ഷസാനാമധിപതി മദ്ദത്തവരദർപ്പിത. ബ്രഹ്മാവരണം ഞാൻ തന്നെയാണ് അതിന് കാരണം. ഒരു കണക്കിന് അവന് വേണ്ടാത്ത വരമൊക്കെ കൊടുത്തു. എന്താ കൊടുത്തത്? മാനുഷേണ മൃതിസ്തസ്യ മയാ കല്യാണ കൽപ്പിത. ഒരു മനുഷ്യന് മാത്രമേ എന്നെ കൊല്ലാൻ പാടൂ എന്ന് അവൻ വരം വാങ്ങി. ദേവഗന്ധർവേട്ടന്മാർക്ക് ആർക്കും തന്നെ കൊല്ലാൻ പറ്റാത്ത ഒരാളെ മനുഷ്യന് കൊല്ലാൻ പറ്റുമോ എന്നാണ് അവൻ വിചാരിച്ചത്. ഞാനും ആലോചിക്കാതെ വരം കൊടുത്തതുകൊണ്ട് ഇപ്പം എങ്ങനെ ഇവൻ കൊല്ലപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതസ്ത്വം മാനുഷോ ഭൂത്വ ജഹിദേവരിബും പ്രഭോ. ഒരു മനുഷ്യനായിട്ട് അങ്ങങ്ങടെ അവതരിക്കുക, ഭൂമിയിൽ പറക്കുക, വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കശ്യപസ്യ വരോദത്തപസാതോഷിതേനമേ. കശ്യപൻ പണ്ട് തപസ് ചെയ്തപ്പോഴും ഇങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ട്, ഞാൻ തന്നെ പുത്രനായിട്ട് വരാം. അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ഞാൻ ചെയ്യാമെന്ന് പറയുകയാണ്. പുത്രനായിട്ട് വരാം. കൗസല്യയുടെ പുത്രനായിട്ട് രാമനായിട്ട് അവതരിച്ച് ദശരഥ മഹാരാജാവിന് പുത്രനില്ല എന്ന് പുത്രകാമേഷ്ടി നടത്തുമ്പോൾ അവതരിച്ചതിന് ശേഷം രാവണവധം തീർച്ചയായിട്ടും നടത്താൻ മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്താവട്ടെ എല്ലാ ദേവന്മാരും വാനരന്മാരായിട്ട് അവതരിക്കുകയും ചെയ്തു. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. കഥപ്രകാരം വാനരന്മാരെങ്ങനെയാണ് മനുഷ്യരുമായിട്ട് യുദ്ധ സൈന്യത്തിൽ ചെയ്ത അങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നാണെങ്കിൽ സാധാരണ ഹരി എന്ന് പറഞ്ഞാൽ ഇവിടെ വാനരൻ എന്നർത്ഥമാണ്. ഹരി എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഇന്ദ്രൻ എന്നൊരർത്ഥമുണ്ട്, സാക്ഷാൽ വിഷ്ണു ഭഗവാൻ എന്നൊരർത്ഥമുണ്ട്, കവി അതായത് വാനരൻ എന്നൊരർത്ഥമുണ്ട്. ഇതൊക്കെ ഹരി എന്നുള്ള വാക്കിനർത്ഥമാണ്. എന്തായാലും മാനുഷഹരി സഹായാർത്ഥമായി തതത്തതോ മാനുഷ ഹരി സമവേഗ വിക്രമത്തോടെ എല്ലാ ദിക്കിലും പർവ്വതതുല്യ ശരീരന്മാരായ അനാരദം ഈശ്വര പ്രതീക്ഷമാണന്മാരായി പ്ലവകേന്ദ്രേശ്വരന്മാരും ഭുവി സുഖിച്ചു കാണാറല്ലോ. വൃക്ഷങ്ങളിലും ഗുഹകളിലും അവിടെയും ഇവിടെ എല്ലാമായിട്ട് ദേവന്മാർ മുഴുവൻ വാനരന്മാരായിട്ട് അവതരിച്ചു. അങ്ങനെ കൗസല്യ മുതലായിട്ട് അതിഥി മുതലായിട്ടൊക്കെ അവർ കൗസല്യയായിട്ടാണ് വരുന്നത്. ഭഗവാൻ തന്നെ മനുഷ്യനായിട്ടും അവതരിക്കാം എന്നുള്ള വാക്ക് കൊടുത്തതോടുകൂടി എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. സുത്രാമാദികളോട് പത്മസംഭവൻ നിജഭർത്തൃശാസനം അരുൾ ചെയ്തുടൻ കൃതാർത്ഥനായ സത്യലോകവും പുക്ക് സത്വരം ദരിദ്രിയും അർത്ഥസന്താപം അതിസ്വസ്ഥയായി വരുവിനാൾ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദശരഥ മഹാരാജാവിന് പുത്രന്മാരില്ലാത്തതായിട്ടുള്ള ദുഃഖം ഉണ്ടായി. അങ്ങനെ വളരെ ദുഃഖിച്ചു. 60 വയസ്സോളമൊക്കെ ആയി എന്നാണ്. വളരെ കാലം എന്ന് പറഞ്ഞാൽ 60,000 കൊല്ലെന്നും പറയുന്നുണ്ട്. കാരണം 60 വയസ്സ് 60,000 കൊല്ലത്തോളം ദശരഥന് തോന്നി പുത്രൻ ഇല്ലാത്തത് കൊണ്ടെന്ന്. അങ്ങനെ ആവാം. യോഗമായ സീതയായിട്ട് അവതരിക്കുമെന്നും ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിക്കുമെന്നും വാക്ക് കൊടുത്തു. അങ്ങനെയാണ് ദശരഥ മഹാരാജാവ് പുത്രദുഃഖത്താൽ ദുഃഖിക്കുന്നത് എന്ന് പറയുകയാണ്. അത രാജ ദശരഥ ശ്രീമാൻ സത്യപരാക്രമ അയോധ്യാധിപതിർവീര സർവലോകേഷു വിശ്രുത സോ അനപത്യത്വദുഃഖേന പീഡിതോ ഗുരുമേകത വസിഷ്ഠം സ്വകുലാചാര്യം അഭിവാദ്യേതമബ്രവീ. കുലാചാര്യനായിരിക്കുന്ന വസിഷ്ഠനെ വന്ദിച്ചുകൊണ്ട് തൻ്റെ ദുഃഖം പറയണം. ഏ ഗുരു, പുത്രന്മാർ ഇല്ലാത്തത് കാരണം ഇതെല്ലാം എനിക്ക് ദുഃഖമായിട്ട് തോന്നുകയാണ്. പുത്രഹീനസ്യമേ രാജ്യം സർവം ദുഃഖായ കൽപ്പതേ. രാജ്യവും സുഖസൗകര്യങ്ങളും ആയുസ്സടക്കം എനിക്കിപ്പോൾ ദുഃഖമായിട്ടാണ് ഉണ്ടാവുന്നത്. അതോടുകൂടിയിട്ട് പറഞ്ഞു, നിനക്കു 4 പുത്രന്മാരുണ്ടായവരും അത് വിചാരിച്ച് ദുഃഖിക്കേണ്ട മഹീപതേ. ചത്വാരസത്വസമ്പന്ന ലോകപാല ഇവാപര തതോ പ്രഭിവതിട്ടത്തം ഭവിഷ്യന്തി സുധാസ്തവ. 4 പുത്രന്മാരെ അങ്ങേക്കുണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഋഷ്യരിങ്കനെ കൊണ്ടുവന്ന് ഇവിടെ വളരെ പുത്ര കാമേഷ്ടി എന്ന് പറയുന്നതായിട്ടുള്ള യാഗം
നടത്തണം എന്ന് പറയണം. വേറെ മാർഗമൊന്ന് തീർച്ചയായിട്ടും 4 പുത്രന്മാർ അവിടത്തേക്ക് ഉണ്ടായി. വൈകാതെ വരുത്തണം ഋഷ്യശിങ്കനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. പുത്രകാമേഷ്ടി എന്നുള്ള യാഗം അശ്വമേധത്തിൻ്റെ ഒരു ആയിട്ട് അത് വേണ്ട പോലെ ചെയ്യണം എന്നങ്ങനെ പറഞ്ഞു. വിഭാണ്ഡകൻ്റെ പുത്രനായിരിക്കുന്ന ഋഷ്യശിങ്കനെ വരുത്തുക. ഭൂലോകപതി യാഗം ദീക്ഷിച്ചാൻ അതുകാലം നശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി. അങ്ങനെ പായസം യജ്ഞപുരുഷൻ കൊണ്ടുവന്നു. അതൊക്കെ വിഭജിച്ച് കൊടുത്തു. 2 കൂട്ടർക്കും കുറേശ്ശെ കൊടുത്തു. 1 2ആക്കിയിട്ട് വീണ്ടും കൊടുത്തു. വാൽമീകി ലേശം വ്യത്യാസപ്പെടുത്തിയിട്ടാണ് പറയുക. അങ്ങനെയുള്ളൊരു രീതിയിലാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല. എന്തായാലും കൈകേയിക്ക് പകുതി കൊടുത്തു, കൗസല്യയ്ക്ക് പകുതി. അതായത് 2 കൂട്ടരും കൂടിയിട്ട് സുമിത്രയ്ക്കും കൊടുത്തതുകൊണ്ടാണ് ലക്ഷ്മണ ശത്രുഘ്നന്മാർ ഉണ്ടായത്. ഗർഭവം ധരിച്ചിതു മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. പല ബ്രാഹ്മണരെയും ക്ഷണിച്ചു വരുത്തിയിട്ട് ആ ഗർഭരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒക്കെ വളരെ വേഗം തന്നെ, ഒട്ടും താമസമില്ലാണ്ടേ നടത്തും. ഇപ്പോൾ ഗർഭിണിയായിട്ടേ ഉള്ളൂ, പക്ഷെ കഴിഞ്ഞിട്ടായാലും ചെയ്താൽ മതി. പക്ഷെ അതിനു വേണ്ടി കാത്തില്ല, വളരെ വേഗം കുലാചാര്യന്മാരെയും പുരോഹിതന്മാരെയൊക്കെ വരുത്തി വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു. അങ്ങനെയാണ് രാമാവതാരം ഉണ്ടാവണമെന്ന് അടുത്തായിട്ട് രാമം തതസുമിത്ര സംപ്രാപ്ത പ്രണവൈശിഷ്ടം വൃശ്ചിംഗാഭ്യാം അനുജ്ഞാതോ ദദോ കവിക്കൗസല്യായേ സകൈകായേ അർദ്ധമർദ്ധം പ്രയത്നതാം തതസ്തുമിത്ര സംപ്രാപ്ത ജഗൃഘ്നോ പൗത്രികം ചരും കൗസല്യ തു സുഭാഗാർദ്ധാദോതസ്യേവിധന്വിത. ആ പായസം ഒക്കെ വിധത്തിലൊക്കെ അങ്ങോട്ട് വിഭജിച്ച് കൊടുത്തതോട് കൂടിയിട്ട് സമയമായപ്പോൾ അച്യുതന്നയോദ്യേൽ കൗസല്യാത്മജനായാൻ. പറയാണ് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലച്യുതനയോദ്യേൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസോ നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടും കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിങ്കൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കിടകം. ആ ഗ്രഹസ്ഥിതിയൊക്കെ അവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. ഉത്തമമായിട്ടുള്ള ആ ഗ്രഹങ്ങളൊക്കെ എങ്ങനെയൊക്കെ നിന്നാലാവുമോ അതേപോലെ 5 ഗ്രഹം നക്ഷത്രം നിൽക്കുന്ന സമയത്താണ് കൈകേയി പുഷ്യ നക്ഷത്രം കൊണ്ടും അതുപോലെ തന്നെ പുണർദം നക്ഷത്രത്തിൽ ഭഗവാനും അവതരിച്ചു. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും തകത്ര കിരണന്മാരൊരുമിച്ചൊരു നേരം തകത്രാഴുതമുദിച്ചുയരുന്നത് പോലെ 1000 സൂര്യന്മാർ ഉദിച്ച് ഉയരുന്നതായിരിക്കുന്ന പ്രകാശത്തോടു കൂടിയിട്ട് അങ്ങനെ കണ്ടു. സാക്ഷാൽ ഈശ്വരനെ പുത്രനായിട്ട് അങ്ങനെ കണ്ടു. വളരെ അത്ഭുതമായിട്ട് തോന്നി എന്ന് പറയുകയാണ്. എങ്ങനെ ഈ ഈശ്വരനൊക്കെ തൻ്റെ പുത്രനായിട്ട് വരിക, അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന ഭാവേന അവിടെ കൗസല്യ ഭഗവാനെ തുതിച്ചു എന്ന് പറയുകയാണ്. ദേവദേവ നമസ്തേ തുശങ്കചക്രഗദാധരാം പരമാത്മാച്യുതോ അനന്ത പൂർണ്ണത്വം പുരുഷോത്തമാം. സർവേശ്വര ശങ്കചക്രഗദാത്മാതിയൊക്കെ ധരിച്ചിട്ടതായ പരമാത്മാവായിരിക്കുന്ന പൂർണ്ണനായ പുരുഷോത്തമനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. വദന്ത്യഗോചരൻ ത്വാജാം ബുദ്ധ്യാദീനാമതീന്ദ്രിയം താം വേദവാദിന തത്താമാത്രം ജ്ഞാനേക വിഗ്രഹം. ശരിക്കും പരിപൂർണ തത്വഗുണ സ്വരൂപത്തോടു കൂടിയിട്ട ജ്ഞാനസ്വരൂപി തന്നെയാണ് അവിടുന്ന്. പക്ഷേ ഇതാ ഇവിടെ ബാലനായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരമാനന്ദ സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടിയിട്ട് ഉള്ള ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് എന്ന് ഈ രൂപം വിളിച്ച് പറയുന്നുണ്ട്. ത്വമേവമായ വിശ്വം സജത്യവധികം തിച്ച സത്വാദിഗുണസംയുക്തതുര്യം ഏവാമലസദാ. മായ കൊണ്ട് ലോകത്തെ തെറ്റിച്ച് സംഹരിക്കുന്ന അങ്ങയുടെ മാഹാത്മ്യം തെറ്റിത്യാദി കർമ്മങ്ങൾ ഇതൊക്കെ അത്ഭുതം തന്നെയാണ്. ചിന്തിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാവണതല്ല. യഥാർത്ഥത്തിൽ അങ്ങ് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്തില്ല. കരോഷീവന കർത്താത്വം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നുവെങ്കിൽ അങ്ങൊന്നും ചെയ്യണില്ല. ഗച്ഛസീവന ഗച്ഛസി സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ സഞ്ചരിക്കുന്നില്ല.
ശിനോഷിന ശിനോഷിവ, കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കണില്ല. പശ്യസീവ സ പശ്യസി, കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ കേവലം വിഡംബനം അല്ലെങ്കിൽ നാട്യം മാത്രമാണ് എന്നൊക്കെ തന്നെ പറഞ്ഞ അജ്ഞാനദ്വാന്ത ചിത്താനാം സമ്യക് ഏവസ്തുമാസം ജഡരേതപദിശ്യം തേ ബ്രഹ്മാണ്ഡാപരമാണവാം. എല്ലാ ബ്രഹ്മാണ്ഡങ്ങളും അങ്ങയുടെ ഉള്ളിലാണ്. ആ അങ്ങ് എങ്ങനെയാണ് ഒരു സ്ത്രീയായിട്ടുള്ള എൻ്റെ ഉള്ളിൽ വിളങ്ങിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്തിരുവഴിയുടെ ജഡരത്തിങ്കൽ നിത്യമന്തമില്ലാത്തോളം ബ്രഹ്മാണ്ഡങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിങ്കലിങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഈ 14 ലോകങ്ങളും അങ്ങയുടെ ഉള്ളിലാവുമ്പോൾ അങ്ങ് എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ വന്നു പെട്ടതെന്ന് എനിക്ക് അറിയണില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ സംസാരത്തെ കടക്കാൻ പുത്രന്മാരില്ല എന്നുണ്ടെങ്കിൽ സാധിക്കില്ലല്ലോ. എല്ലാവരുടെ അനുഗ്രഹത്തിനായിട്ട് വന്നിട്ട് ധാരിക്കുന്ന അങ്ങക്ക് നമസ്കാരം. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്ന് നിൻ പാദംബോജം കാൺമാനും യോഗം വന്നു. എത്രയോ പൂർവ്വജന്മം കൊണ്ടും കഴിയ ജന്മത്തിൻ്റെ തപസ്സുകൊണ്ടുമാണ് അങ്ങേ കാണാനുള്ളതായ ഭാഗ്യം എനിക്കുണ്ടായത്. സംസാരസാഗരേ മഗ്നാപതിപുത്രധനാദിഷു, ഭർത്താവ്, മക്കള്, ധനം, പുത്രൻ, ഇതിൽ ഭ്രമിച്ചിരിക്കുന്നതായിട്ടുള്ള ഞങ്ങൾക്ക് ഭ്രമാമി മായാതേദ്യ പാദമൂലമുപാഗത, അതിലൊക്കെ ലയിച്ചതായിട്ടുള്ള ഞങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതാ അങ്ങയെ ഭജിക്കുകയാണ്, ആശ്രയിക്കുകയാണ്. ദേവ ത്വദ്രൂപമേ തന്മേ തഥാ തിഷ്ടതു മാനസേ ആവൃണോതു ന മാം മായ തവ വിശ്വവിമോഹിനി. ലോകത്തെ മുഴുവനും മോഹിപ്പിക്കുന്നതായിട്ടുള്ള മായ സർവേശ്വര എന്നെ ബാധിക്കരുതേ. എപ്പോഴും ജ്ഞാനദൃഷ്ടിയിൽ അങ്ങയെ കാണാനായിട്ട് എനിക്ക് സാധിക്കണം. നീ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. എന്താ? ഉപസംഗര വിശ്വാത്മന്നതോ രൂപമലൗകികം ദർശയസ്ത മഹാനന്ദ ബാലഭാവം സുകോമളം. ഈ ആളനം, ആശ്ലേഷം മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് അങ്ങയെ വളർത്തിയിട്ടുള്ളതായ പുത്രഭാവത്തിൽ ആനന്ദിക്കാൻ ഈ അലൗകികമായ 4 കൈയും ശംഖും ചക്രമുള്ള രൂപത്തെ മറയ്ക്കണമേ. ഉപസംഹര, അതിനെ ഉപസംഹരിച്ചിട്ട് മനോഹരമായിട്ടുള്ള ബാലഭാവത്തെ കൈക്കൊള്ളണം. മഹാനന്ദ ബാലഭാവം. അമ്മയ്ക്ക് എപ്പോഴും സാധാരണക്കാർക്ക് കുട്ടികളെ ലാളിക്കുക, അതാണല്ലോ ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെ നമ്മളല്ലേ പുത്രലാഭം ഉണ്ടായാലൊരു സുഖമുള്ളൂ. അതുകൊണ്ട് സർവേശ്വര ആ രൂപത്തെ കാക്കണം, സാധാരണ ബാലഭാവത്തെ എടുക്കണം. ലളിതാലിംഗനാലാഭേ തരിഷ്യാമുൽക്കടം ദമ. ഈ പ്രപഞ്ചത്തിൻ്റെ മായയെ കടക്കാനായിക്കൊണ്ട് ആ പുത്രനായിട്ട് വളർത്താനുള്ള അവസരം എനിക്ക് തരണം. ഇത് യഥാശം എപ്പോഴും നമുക്ക് അതിനനുസരിച്ചിട്ട് കടക്കാനാണ് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് കുഴപ്പമില്ല. കാരണം പുത്രൻ ഇല്ലാത്ത ഒരാൾക്ക് പുത്രൻ ഉണ്ടായാൽ തന്നെ എത്രയും സമാധാനം ഉണ്ടാവുള്ളൂ. ഒരു സാധാരണ ജഡ്ജ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ ആ പുത്രൻ ഉണ്ടായാൽ ഒരു കുഴപ്പം പറ്റണത് നമ്മൾ ആ എടുക്കണ കാര്യം ചിന്തിക്കുമ്പോൾ അതിന് വേണ്ടി തന്നെയാണ് എന്നങ്ങോട്ട് തെറ്റിദ്ധരിക്കുക. അല്ല, അപ്പുറം ഒന്നും നമ്മൾ ചിന്തിക്കണില്ല. പുത്രൻ ഉണ്ടാക്കെ ആയി, എങ്ങനെയൊക്കെ ആവണമെന്നാണ് മനസ്സിലാവാത്തത്. ആ പുത്രൻ്റെ ആയുസ്, പുത്രൻ്റെ ശ്രേയസ്, പുത്രൻ്റെ ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ നന്നാവണ്ടേ? പുത്രൻ ഉണ്ടായതുകൊണ്ടായോ? അതിനുശേഷം എന്തൊക്കെ കിടക്കണു? അപ്പം അതൊക്കെ നന്നാവണമെങ്കിൽ എന്താവണം? ദൈവാധീനം ഉണ്ടാവണം. ആ ഒരു സംഗതിയാണ് നമുക്ക് ശ്രദ്ധിക്കാത്ത. പുത്രൻ ഉണ്ടായാൽ പിന്നെയൊക്കെ ആയി, ശരിയായി. കല്യാണം കഴിഞ്ഞാൽ ഒക്കെ ആയി, ഓ ശരിയായി. ഒന്നുകൊണ്ടും ശരിയാവണില്ല. ശരിയാവണമെങ്കിൽ ദൈവാധീനം ഉണ്ടാവണം. ആ ഒരു സംഗതി വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയിട്ട് നമ്മൾ ആരും കാണുന്നില്ല. രണ്ടാമത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയാണ്. അതിന് വേണ്ടിയിട്ടല്ല പുത്രന് വേണ്ടിയിട്ടല്ല, വീടിന് വേണ്ടിയിട്ടില്ല, കുടുംബത്തിന്. ഇത് ആവർത്തിച്ച് പഠിക്കണം എന്നാണ് ഞാൻ പറയുക. പുത്രന് വേണ്ടിയിട്ടല്ല, കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, ജീവിതം ലൗകിക ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇതിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എടുത്താൽ തെറ്റില്ല, ഇതൊക്കെ ഉണ്ടായ തെറ്റില്ല. പക്ഷേ വിടാനാണ്, കെട്ടിപ്പിടിക്കാനല്ല, അതിനോടുകൂടി ചേരാനല്ല. അത് പരമലക്ഷ്യമല്ല, മാർഗം മാത്രമാണ് കുടുംബം. ലൗകിക ജീവിതം ഒരു മാർഗം മാത്രമാണ്. ഇതാണ് നമ്മൾ ചുവന്ന മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടത്. അങ്ങനെ എടുത്താൽ ഇതൊന്നും നമുക്ക് ദോഷമായിട്ട് വരില്ല. കുടുംബം എങ്ങനെയാണ് ദോഷമാവുക? അവിടെ ഇരുന്നിട്ട് നമുക്ക് ഭഗവാനെ ഭജിച്ചാൽ ഈ കുടുംബം നമുക്കൊരു അനുഗ്രഹമായിട്ടേ മാറുള്ളൂ, അല്ലെങ്കിൽ അത് ശാപമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ പറഞ്ഞത് ആ തരിഷ്യാം ഉൾക്കടം തമ, ഈ സംസാരത്തെ കടക്കാനൊരു മാർഗമായിട്ട്
ഈ കുടുംബവും പുത്രലാഭവും ഭവിക്കണമേ. എത്ര നല്ല പ്രാർത്ഥനയാണ്. സംസാരം കടക്കാൻ എനിക്ക് വേണ്ടി കല്യാണം കഴിയണം, തെറ്റില്ല. അതുകൊണ്ട് എനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം. ഇതിനു വേണ്ടിയിട്ടാണ്, ഇവിടെ തന്നെ ഇരിക്കാനല്ല, സംസാരം കടക്കാനാണ്. അങ്ങനെ ഉള്ള ലക്ഷ്യം ഏത് കാര്യത്തിലും കണ്ടാൽ ആ കുടുംബജീവിതം ഒരിക്കലും പരാജയപ്പെടില്ല. അത് വിജയം ഉണ്ടാവാം, പരാജയം ഉണ്ടാവും, ഇതൊന്നും നമ്മളെ ബാധിക്കണില്ല. പക്ഷെ അപ്പുറത്തേക്ക് കിടക്കാൻ നമുക്ക് കുടുംബം ഉണ്ടായാലേ പറ്റൂ. അതുകൊണ്ട് കുടുംബം ഉണ്ടായി അത് കൊണ്ടു നടത്തേണ്ടതും ഭഗവാന്റെ കടമയാണ്, നമ്മുടെ കടമയൊന്നുമല്ല. അത് ഈശ്വരൻ അതിനനുസരിച്ചിട്ട് ചിലത് കണ്ടിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞു, അഹം തു ബ്രഹ്മണ പൂർവം ഭൂമേർ പാരാപനുത്തെ പ്രാർത്ഥിതോ രാവണം ബന്ധും മാനുഷത്വമുപാകത. അമ്മേ, മുമ്പ് തന്നെ എന്നാ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാവണവധം നടത്താൻ വേണ്ടിയിട്ട് ആണ് എൻ്റെ ഈ അവതാരം. അത് മനുഷ്യനായിട്ട് വന്നാലേ പറ്റുള്ളൂ, ഒരു വരം സാധിക്കുള്ളൂ എന്നൊരു വരം രാവണൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ പഴയ ജന്മത്തെ കുറിച്ചിട്ട് ഒക്കെ കേൾപ്പിച്ചു കൊടുത്തു. പൂർവജന്മനി പുനർ അതു കാരണം ഇപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം അദർശനം മോക്ഷത്തിനായിട്ടുള്ളൊന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. സംസാരത്തെ കടക്കണം എന്നിപ്പം അമ്മ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ കടക്കാൻ വേണ്ടത്? എന്നെ കണ്ടാൽ പിന്നെ അവർക്ക് സംസാരം ഉണ്ടാവുമോ? ഒരിക്കലും ജന്മസംസാര ദുഃഖം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കണു. പക്ഷേ എന്തു വേണം? എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊള്ളുകെന്നാൽ വന്നിടും മോക്ഷസംശയമേതും. എപ്പോഴും എന്നെ തന്നെ ധ്യാനിക്കുക, എന്നെ തന്നെ ചിന്തിക്കുക. അങ്ങനെ ആയാൽ രൂപമേതത്വയാ ദൃഷ്ടം പ്രാക്തനം തപസബലം മദ്ദർശനം വിമോക്ഷായ കൽപ്പതേ അന്യദുർലഭം സംവാദമാവയോ യസ്തു പടയത്യാശുണയാദബി. നമ്മൾ തമ്മിലുള്ള ഈ സംവാദം കൗസല്യയുടെ സ്തുതി കൗസല്യയ്ക്ക് കൊടുക്കുന്ന മറുപടി ഇതൊക്കെ ഏതൊരാൾ കേൾക്കുന്നുണ്ടോ അവർക്കും കൂടി മോക്ഷം കിട്ടും. പിന്നെ കണ്ടവരുടെ കാര്യം പറയണ്ടോ? ഈ പടക്കെ കൗസല്യാസ്തുതി മുതലായിട്ട് ഈ കഥകൾ വായിക്കുക, പറയുക, ഇതെല്ലാം കേൾക്കുന്നവർക്ക് സർവ്വവിധത്തിലുള്ള മുക്തിയും കിട്ടും. നിന്നുടെ മഹാമായ തന്നുടെ, അത് ആ മഹാമായ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷ മോഹിപ്പിച്ചീടായകമാം ലക്ഷ്മീപദേ. പുത്രനൊന്നല്ല, ഈശ്വരനാണ് എന്ന് കൗസല്യയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആ മായ എന്നെ ബാധിക്കരുത്, പല കാര്യങ്ങളും മറ്റ് ഈശ്വരനെ മറക്കാൻ എനിക്ക് ഇട വരരുത്, സർവേശ്വര രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സാക്ഷാൽ ഈശ്വരനായിട്ട് തന്നെയാണ് ഇവിടെ സ്തുതിച്ചത്. അങ്ങനെ മറ്റുള്ളവരുടെ ആ ഒരു കാര്യം കൗസല്യയുടെ രാമൻ പ്രസവിച്ചു, ലക്ഷ്മണനെ സുമിത്ര, കൈകേയിയെ ഭരതൻ, സുമിത്രയ്ക്ക് ലക്ഷ്മണൻ, ശത്രുഘ്നനുമായിട്ട് അവർക്കും ഒക്കെയായി. കുറച്ചങ്ങനെ കഴിഞ്ഞു. ജാതകർമ്മങ്ങൾ പേരിടാം ഇതിലായിട്ടതൊക്കെയാണ്. അവിടെ വസിഷ്ഠൻ വന്നിട്ട് പേരിട്ടു ഇല്ലേ. യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെ ആ നിലയ്ക്ക് അനുസരിച്ചിട്ട് നാമകരണം കൂടി വസിഷ്ഠാദികളൊക്കെ ചെയ്തു എന്ന് പറയുകയാണ്. എന്താ കാരണം? ശ്യാമള നിറം പൂർണ്ണ കോമള കുമാരനു രാമനെന്നു തന്നെ അരുളി ചെയ്തു മുനി. നീല നിറത്തിലുള്ളതായിട്ട് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവൻ എന്ന നിലയ്ക്ക് രാമൻ എന്ന് തന്നെയുള്ള പേരാണ് ഇട്ടത്. രമിച്ചിടുന്നു നിത്യമെന്നോർത്ത് വസിഷ്ഠനെഞ്ചാമള നിറം പൂണ്ട കോമളകുമാരനു രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. എല്ലാവരും ഇവനിലാണ് രമിക്കുന്നത് എന്നതുകൊണ്ട് രാമൻ രമയതീതി രാമ ഭരണനിപുണനാങ്കൈകേയീതനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതയായ സുമിത്രാതനയനു ലക്ഷ്മണൻ എന്നു തന്നെ നാമവും നരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹരിച്ചീടുക നിമിത്തമായ ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. 4 പേർക്കും നാമകരണമൊക്കെ ചെയ്തു. അങ്ങനെ ആ കുട്ടിക്കാലത്ത് ആ കാര്യങ്ങൾ ബാലലീല മുതലായിട്ടതൊക്കെ കണ്ട് ദശരഥനും കൈകേയി അമ്മമാർ വളരെയേറെ ആനന്ദിച്ചു എന്നും പറഞ്ഞിട്ടാണ് ജന്മോത്സവം അവതാരം എന്ന ഭാഗം പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം വിശ്വാമിത്രൻ്റെ വരവ്, യാഗരക്ഷ മുതലായ ഭാഗങ്ങളാണ്. പൂർവൻ രാമതപോപനാധിഗമനം മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം
ബാലീ നിഗ്രഹണന്തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം വേദത്തെ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.